കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ്, ഒരു 1.5 വരെയൊക്കെ ആവാം. ഞാനിത് എത്ര തവണ പരീക്ഷിച്ചിട്ടുള്ളതാ. എന്തിന്? ഒരു ബോയ് ഫ്രണ്ടിന്റെ അടുത്തെ അത്യാവശ്യം നമുക്കൊന്ന് മതില് ചാടണമെങ്കിൽ അവൻ എഴുന്നേറ്റ് കിടക്കുമ്പോ പറ്റുമോടി? നീ വായടക്കി. അത് കഴിഞ്ഞിട്ട് ദാ ഈ പാല് കൊണ്ടുപോയി സൂര്യന് കൊടുക്ക. കൊണ്ടുപോടി. നീ ഉറങ്ങിയിട്ട് നാള് കുറെ ആയെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഉറക്കം കിട്ടണമെങ്കിൽ ആദ്യം സൂര്യനെ ഉറക്കണം. ഓ, ദേവമോളെ, നിന്റെ ചങ്കിലാ ഞാൻ കത്തിയിറക്കാൻ പോകുന്നത്. അതെ, നീ ഇന്ന് കാർത്തികയ്ക്കുള്ള ടാബ്ലറ്റ്സ് കൊടുത്തോ? എന്ന് ഞാനാണല്ലോ കൊടുക്കാറ്. പിന്നെ ഇന്ന് മാത്രം എന്താ പ്രത്യേകത? അല്ല, മറക്കണ്ടെന്ന് പറയുമായിരുന്നു. ഞാനങ്ങനെ പെട്ടെന്നൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ല ഗൗരി. അതെ 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 അതെ, ഇന്ന് ടാബ്ലറ്റ്സ് സൂര്യന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. കാർത്തിക ഇന്ന് അവിടെയാ കിടക്കുന്നത്. സൂര്യേട്ടന്റെ ബെഡ്റൂമിലോ? സൂര്യൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എത്ര കഴിച്ചു പിടിച്ചു നിൽക്കുന്നു എന്ന് ഭാവിച്ചാലും ആണല്ലേ വർഗം. പിന്നെ നീ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലൊന്നും ചെയ്യരുത്. ഡോറിലൊക്കെ ഒന്ന് നോക്ക് ചെയ്തിട്ട് നോക്കിയും കണ്ടും വേണം അകത്തേക്ക് കയറാൻ. അല്ല, കാണാൻ പാടില്ലാത്തൊന്നും കാണണ്ടെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. അല്ല അല്ല, നീ എങ്ങോട്ട് പോന്നു? എന്റെ മുറിയിലാ ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ വെച്ചേക്കുന്നത്. നിനക്കിനി ഇരിക്കപ്പുറത്ത് ഇല്ലാന്ന് എനിക്കറിയാടി. നീ മരുന്നുമായിട്ട് മുകളിലേക്ക് ചെല്ല. അവിടെ കാണിച്ചു തരാം ടൈറ്റാനിക്കിലെ ലവ് സീൻ. ഹരി എന്തായി വായിക്കുന്നേ? അവിശ്വസ്തരായ ഭാര്യമാരെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാ. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ട്. വിവാഹേതര ബന്ധം പുലർത്തുന്നവരുടെ ഒരു ആപ്പ് തുടങ്ങിയപ്പോ 6 ലക്ഷം യൂസേഴ്സ് അതിന്. അവർ നടത്തിയ സർവേയിൽ കണ്ടെത്തിയ പല കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ്. ഇന്ത്യയിലെ സ്ത്രീകൾ വിവാഹ ജീവിതത്തിന്റെ ബോറടി മാറ്റാനാ മറ്റ് ബന്ധങ്ങൾ തേടി പോകുന്നതെന്ന്. ഭർത്താവിന്റെ പാലിൽ ഉറക്ക ഗുളിക പൊടിച്ചിട്ട് കൊടുത്തുവരെ ചില ഭാര്യമാർ. ഹരി, ഒരു കാര്യം പറഞ്ഞാ തെറ്റിദ്ധരിക്കരുത്. എന്തു പറ്റി? ഈ പാല് കുടിക്കും. എന്തു പറ്റി ഹരി? ഈ ദേവു അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സംശയിച്ചിട്ടാ? ഏയ്, എന്റെ ദേവുവിനെ ഞാൻ അങ്ങനെ സംശയിക്കും? ഈ സമയത്ത് ഞാനങ്ങനെ പാലൊന്നും കുടിക്കാറില്ലെന്ന് ദേവുവിന് അറിയില്ലേ? എന്തുപറ്റി? പുതിയൊരു പതിവ്? ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ട്. പക്ഷെ ഹരിയുടെ കാര്യമൊന്നും നോക്കിയും കണ്ടും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഹരിയുടെ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. എന്തായാലും ഈ പാല് വേണ്ട ദേവു. പക്ഷെ ഹരി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് കുടിക്കാതിരുന്ന എനിക്ക് സങ്കടം തോന്നും. ഹരിക്ക് എന്നെ അങ്ങനെ വല്ല സംശയം ഉള്ളത് കൊണ്ടാണോന്ന്. എന്താ ദേവു ഇത്? ഹരിക്ക് അത്രയ്ക്ക് ഇഷ്ടക്കേടാണെങ്കിൽ കുടിക്കണമെന്നില്ല. ഈ ദേവനോട് ഇഷ്ടമുണ്ടെങ്കിൽ സംശയമില്ലെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. ആ ഗ്ലാസ് ഇങ്ങിതാ. വേണ്ട ഹരി. ഇങ്ങി തരാനല്ലേ പറഞ്ഞത്? വേണ്ട. താ ദേവു.
മതിയോ? ഉം. എന്ത് പറ്റി ഹാരി? ഏയ്, എനിക്ക് ഒരു മയക്കം പോലെ. ആ. എന്നെ പിടിച്ചോ. വാതില് തുറന്നു കിടക്കുക. വാതിൽ അടയ്ക്കണ്ടേ? ബലം പിടിക്കല്ലേ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഓർമ്മ വേണം. ഇപ്പൊ സൂക്ഷിക്കേണ്ട സമയം. ഇന്നലെ രാത്രി എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? കൊച്ചു കള്ളൻ. ഇത്രയും വികൃതിയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? സക്സസ്. ഒന്ന് രണ്ട് ആണി കൂടി അടിച്ചാലോ? ഏയ് വേണ്ട, ഓവറാക്കി ചളമാക്കണ്ട. ഈ സമയത്ത് ഈ മൂഡാ കറക്റ്റ്. എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നേണ്ടതായിരുന്നു. ഓ, നിമിഷ, ഒരു കോഫി. ഗുഡ് മോർണിംഗ് ഹരി. ദേവു, ഗുഡ് മോർണിംഗ്. ഇത് നിമിഷം ഉണ്ടാക്കിയതല്ലോ? അല്ല, ഇത് ഞാനുണ്ടാക്കിയതാ.
അല്ല, നിമിഷ എവിടെ പോയി? എന്തെങ്കിലും ആവശ്യമുണ്ടോ ഹരി? എന്നോട് പറഞ്ഞാ മതി. ഇനി അവളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നോ രക്ഷ. അവളെ ഇവിടെ എങ്ങും കാണാനില്ല. അല്ല, അവളെവിടെ പോയി? എവിടെ പോയിന്ന് അറിയണമെങ്കിൽ പറഞ്ഞിട്ട് പോണ്ടേ? ഹരിക്കെന്താ ഒരു പരിഭ്രമം? ഏയ് ഏയ് എന്തോ ഉണ്ട്. അല്ല, നമ്മുടെ വീട്ടിൽ നിർത്തി സംരക്ഷിക്കുന്ന കുട്ടിയല്ലേ. എന്തെങ്കിലും ആപത്ത് പറ്റിയ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഒരു ടെൻഷനും ഹരിക്ക് വേണ്ട. ഇവിടെ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായാലല്ലേ നമ്മൾ സമാധാനം പറയേണ്ടതുള്ളൂ. പ്രായപൂർത്തിയായ പോത്തുപോലെ വളർന്ന പെണ്ണ അവള്. തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയാ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഞാനും ഗൗരി അവളെ ഒന്നും ചെയ്തിട്ടില്ല. ആ, ഹരിയാണെങ്കിൽ ഇന്നലെ രാത്രി ബോധം കെട്ട പോലെ ഉറങ്ങുമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയല്ലേ? ഉറങ്ങി? അതിനു മുമ്പ് എന്തൊക്കെയാ കാട്ടിയെന്ന് ഓർമ്മയുണ്ടോ? ദേവു, ബിഹേവ് യുവർ സെൽഫ്. ഞാൻ എന്ത് കാട്ടിന്നാ? ദേ കണ്ടില്ലേ, വാലിന് തീ പിടിച്ച പോലെ ഓടുന്നത്. ആ നാശം പോയി കിട്ടിയല്ലോ. ഇനി ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ കായലിലോ കുളത്തിലോ ചത്തു കിടക്കുന്ന ഒരു വാർത്ത കൂടി കേട്ടാ മതി. തൃക്കാവിലമ്മയ്ക്ക് സ്വർണം കൊണ്ട് കൊടിമരം പണിത് കൊടുക്കഞ്ഞ്. ദേവുവിന്റെ മെസ്സേജ് ആണല്ലോ. സർ, ദേവ് പോവുകയാണ്. ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ. ഇത്ര കാലം എന്നെ സംരക്ഷിച്ച, എപ്പോഴൊക്കെയോ സ്നേഹിച്ച സാറിനോട് മാത്രം ഇത് പറയണമെന്ന് തോന്നി. ദേവ് ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഏറ്റവും അധികം സങ്കടപ്പെടുക എന്റെ സൂര്യേട്ടനായിരിക്കും. പക്ഷെ എന്നെ സ്നേഹിച്ച, ഞാൻ സ്നേഹിച്ച സൂര്യേട്ടനെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിലും ദൂരെ മാറി നിന്ന് സൂര്യേട്ടനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയല്ല, എന്നെങ്കിലും മടങ്ങി വരുമെന്ന് വിചാരിച്ച സൂര്യേട്ടന് വേണ്ടിയാ ഇത്ര നാൾ ഞാൻ ഈ ഭൂമിയിൽ പിടിച്ചു നിന്നത്. ആ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനാവും സൂര്യേട്ടന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന ധാരണയും തെറ്റായിരുന്നു. സൂര്യനില്ലാതെ, സൂര്യന്റെ സ്നേഹമില്ലാതെ അതെന്തെങ്കിലും അണമുറിഞ്ഞ് തന്നിലേക്ക് ഒഴുകുമെന്ന വിശ്വാസമില്ലാതെ ദേവുവിന് നിലനിൽപ്പില്ല. സാറ് നല്ല മനസ്സുള്ള ആളാ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നയാള്. ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് ഒരുപാട് നാൾ ജീവിക്കണം. എന്റെ സൂര്യേട്ടന് എന്തെങ്കിലും എന്നെ ഓർമ്മ വന്നാ സാർ അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ് ദേവ് പോയതെന്ന്. ദേവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി സൂര്യന് സന്തോഷമല്ല, സമാധാനക്കേടേ ഉണ്ടാകും. സാർ സൂര്യേട്ടനോട് എന്റെ യാത്രാമൊഴിയായി ഇത്രമാത്രം പറയുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരുക. ദേവ് മരിച്ചതായി സൂര്യൻ കരുതുക. ദേവു, സൂര്യേട്ടാ,
ദേവു സൂര്യേട്ടാ. ദേവു നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ എത്രമാത്രം പേടിച്ചെന്നോ, ഞാൻ എവിടേക്ക് അലഞ്ഞെന്നോ. എനിക്കറിയായിരുന്നു എന്റെ ദേവു ഇവിടെ തന്നെ വരുമെന്ന്. നമ്മുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഇവിടെ. പക്ഷെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാനിവിടെ വരുമ്പോ ഒരു പെണ്ണ് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു. ഞാൻ എത്ര പേടിച്ചു പോയെന്നോ. അതെന്റെ ദൈവമാണെങ്കിൽ ഈ ട്രാക്കിൽ തന്നെ ജീവിതം തീർക്കാന്ന് കരുതിയ ഞാൻ. എന്നെ എന്തിനാ ദേവു ഇങ്ങനെ? ഞാൻ എന്റെ ദേവുവിനെ മറന്നെന്ന് കരുതിയോ? അങ്ങനെ മറക്കാൻ പറ്റുമോ ദേവു എനിക്ക്? ദേവുവിനെ മറക്കണമെങ്കിൽ സൂര്യൻ മരിക്കണം. സൂര്യേട്ടാ. സൂര്യേട്ടാ, എന്തിനു വേണ്ട ഇപ്പൊ ഈ അഭിനയം? പരസ്പരം ഇത്രയും മനസ്സിലാക്കുന്ന നമുക്ക് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിച്ച പോരെ? പോരെ ദേവു. പൊന്നും പണവും തുലാസിൽ തൂക്കുന്ന തമ്പുരാൻ മഠത്തിലേക്ക് പൂമംഗലത്തെ ഹരികുമാര വാര്യരും ലളിതാംബികയും മകളെ വിവാഹം ചെയ്ത് അയച്ചത്. എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ചോര നീരാക്കി ഉണ്ടാക്കിയ തമ്പുരാൻ മഠവും 1000 കോടിയുടെ വർമാൻ വർമ്മ അസോസിയേറ്റ്സും ഒക്കെ ചുമ്മാതങ്ങനെ വിട്ടുകൊടുത്തിട്ട് എന്റെ ദേവുവിനെ കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ സൂര്യനാരായണൻ ഒരു വിഡ്ഢിയാവും. എന്റെ ദേവു എന്നും വിളക്ക് കൊളുത്തി ദൈവത്തെ പോലെ പൂജിക്കുന്ന GRV തമ്പുരാന്റെ ആത്മാവ് പോലും ഓർക്കില്ലത്. എന്റെ ദേവുവിനെ രാജ്ഞിയായി വാഴാനുള്ളതാ തമ്പുരാൻ മഠം. നമുക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ രാജകുമാരനും രാജകുമാരിയുമായി ജീവിക്കണ്ടേ? എങ്കിലും സൂര്യേട്ടാ, എല്ലാത്തിനും മീതെ അവളുടെ ദിവ്യഗർഭത്തിന്റെ കഥ. കാർത്തിക മെനഞ്ഞ ആ കള്ളക്കഥ വിശ്വസിച്ചല്ലേ ഒരിക്കൽ ദേവു എന്നെ വിട്ടുപോയത്? അത് സൂര്യേട്ടാ, ഞാനൊരു നിമിഷത്തേക്ക് ഞാൻ ദേവുവിനെ കുറ്റപ്പെടുത്തില്ല. ഒരു പെണ്ണിന്റെ മനസ്സിളക്കാനും ഉഴുതുമറിക്കാനും കഴിയുന്ന സർവ്വ ആയുധങ്ങളും എടുത്ത കാർത്തിക എന്നെ സ്വന്തമാക്കാനായി പൊരുതുന്നത്. ഇന്നലെ രാത്രി സംഭവിച്ചതും അത് തന്നെയാ. എന്നെ ഉറക്ക ഗുളിക തന്ന് മയക്കിയിട്ട കാർത്തിക പ്രണയസീൻ അഭിനയിച്ചത്. നീ അത് വിശ്വസിച്ചല്ലോ. സൂര്യേട്ടാ, എന്നാലും ആത്മാവും ജീവനും ശരീരവുമായി ഞാൻ വിശ്വസിക്കുന്ന വൈദേഹി എന്ന ദേവുവിന്റെ ശിരസിൽ കൈവച്ച് സൂര്യനിതാ സത്യം ചെയ്യുന്നു. കാൽനഖം മുതൽ മുടിത്തുമ്പ് വരെ വിഷം നിറഞ്ഞ കാർത്തിക എന്ന വിഷസർപ്പത്തിന്റെ വിരൽ തുമ്പിൽ പോലും തൊടില്ല സൂര്യനാരായണൻ. എനിക്ക് എന്റെ സൂര്യേട്ടന് സംശയമൊന്നുമില്ല. പക്ഷെ എന്നാ സൂര്യേട്ട ഇതിന്റെ അവസാനം? എത്ര നാൾ തുടരും നമ്മൾ ഈ നാടകം? ഓരോ ദിവസവും കാർത്തിക കൂടുതൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും വിധത്തിൽ കാർത്തിക സൂര്യൻ എനിക്ക് നഷ്ടപ്പെടുത്തുമെന്ന എന്റെ ഭയം. അതിനുവേണ്ടി ഒരു പെണ്ണും പയറ്റാത്ത കുതന്ത്രങ്ങൾ പോലും അവള് പ്രയോഗിക്കും. അവള് പയറ്റട്ടെ. സൂര്യനും ദൈവവും ഒന്നിച്ചു നിന്നാൽ കാർത്തികയെന്നല്ല ഇന്ദ്രചന്ദ്രന്മാർ വരെ അടിയറവ് പറയും. ഞാൻ കാണിച്ചു തരാം ഇനി തമ്പുരാൻ മഠത്തിൽ നടക്കാൻ പോകുന്ന കളികൾ എന്താണെന്ന്. ദേവു, പുതിയൊരു തുടക്കമല്ലേ? നമുക്കൊരു ഡ്രൈവിന് പോവാം. വാ. കാർത്തികേ, കാറ് വരുന്നുണ്ട്. സൂര്യൻ നിന്റെ മുന്നിൽ അഭിനയിക്കുകയാണോ ഇല്ലയോന്ന് ഇപ്പൊ അറിയാം. അഭിനയിക്കുകയാണെങ്കിൽ സൂര്യന്റെ കൂടെ ഉറപ്പായിട്ട് അവളും കാണും. ദൈവം
എന്താ രണ്ടുപേരും കൂടെ സിറ്റ് ഔട്ടില് ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ? ആ നിമിഷം ഇതുവരെ കണ്ടില്ലല്ലോ, അതാ. ഓ, ഇപ്പൊ എങ്ങനെയുണ്ടടി? ആദ്യം നിന്റെ ഈ നെഗറ്റീവ് തലയൊന്ന് മാറ്റിവെക്ക്. ഹാ, ഞാൻ മാറ്റിയേക്കാം. നീ ഇപ്പതേ അങ്ങോട്ട് നോക്കി.